റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. 5 അപ്പം യേശു 5000 പേർക്ക് നുറുക്കിയിട്ട് അതിൻ്റെ വർധനവ് കണ്ടപ്പോഴേ അവർ ചിന്തിച്ച് കണ്ടോ വലിയൊരു അത്ഭുതം നടന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു ഒന്നും നഷ്ടമാകില്ല, എല്ലാം കൊട്ടകളിൽ ശേഖരിക്കാൻ പറഞ്ഞു. എന്താണെന്നറിയോ? പ്രാർത്ഥനയിലൂടെ ലഭിച്ചാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉറങ്ങുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥനയോടെ സൃഷ്ടിച്ച സൃഷ്ടിയാണത്, നഷ്ടമാകാൻ പാടില്ല. എന്താണ് ഇതിന്നൊരു സന്ദേശം? പ്രാർത്ഥനയോടെ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ അതൊരാരോഗ്യമായിരിക്കാം, അല്ലെ എന്തെങ്കിലും ഭൗതിക സമ്പത്തായിരിക്കാം. ദൈവത്തോട് ചോദിച്ച് നിങ്ങൾക്ക് തന്നതിന് ദൈവത്തിന് നിങ്ങളോട് ചോദിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളത് കെയർ ചെയ്യുന്നു, ദൈവം നോക്കും. അല്പത്തിൽ നിങ്ങൾ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിങ്ങളെ അധികത്തിന് വിചാരകനാക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ്. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ, അപ്പൊ നമുക്കെന്തോ കർത്താവേ അത്രയും പേര് കഴിച്ചില്ലേ, എല്ലാവരും തൃപ്തിയായില്ലേ, ഇനിയിപ്പോൾ എന്താണ്, ഇനി ആര് കഴിക്കാൻ, എല്ലാവരും നിറഞ്ഞു. ഇന്നത്തെ പോലെ നമുക്കറിയത്തില്ല, ഫ്രിഡ്ജ് സംവിധാനങ്ങളൊന്നും എവിടെ കൊണ്ടുവെക്കും. പക്ഷേ ചോദ്യങ്ങളില്ല, ശേഖരിക്കാൻ പറഞ്ഞു കോട്ടയ്ക്കകത്ത്. ഒന്നും പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള കൂട്ടായ്മയിലൂടെ ലഭിച്ചതൊന്നും നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവിലൂടെ ഇരുന്ന വ്യക്തിയാണോ നിങ്ങൾ, നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ വകയാണെങ്കിൽ അതാണ് കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ള ദൈവത്തിനും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ച ഒരു വിഷയമാണെങ്കിൽ അത് നഷ്ടമാകാൻ ഒരിക്കലും ദൈവം സമ്മതിക്കത്തില്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തത്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്കൊന്നൊരു വെളിപ്പാടാണ്. ഒന്നുപോലും നഷ്ടമാകാതെ കൊട്ടകളിൽ ശേഖരിപ്പി. ആ കൊട്ടകളിൽ ശേഖരിപ്പാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പ്രാർത്ഥനയുടെ സൃഷ്ടി, അഭിഷേകത്തിൻ്റെ സൃഷ്ടി, ദൈവകൃപയുടെ സൃഷ്ടി നഷ്ടമാകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ധൈര്യമായിട്ട് ഗോയ കണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ.